അങ്ങനെ ഒന്നാം ദിവസം അവിടെ എത്തിച്ചേർന്നു. സാമാന്യം രാത്രിയായപ്പോൾ നല്ല തണുപ്പായിരുന്നു. 15 ഡിഗ്രിയോ 13 ഡിഗ്രിയോ ഒക്കെ ആണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വെറ്റർ, ഇന്നർ, പിന്നെ മങ്കിത്തൊപ്പി, ഷോള്, എല്ലാ സാമഗ്രികളും കൂടാണ്ട് അതിലുള്ള ഹീറ്റർ പ്രവർത്തിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം. അവിടെ ചെന്നപ്പോൾ അവിടെ രാവും പകലും എന്ന പോലെ ആധ്യാത്മിക സത്സംഗങ്ങൾ നടക്കുന്നുണ്ട്. കുംഭമേള നഗരി ഒട്ടാകെ മനസ്സിലാക്കിയത് വെച്ചാൽ 3 ലക്ഷത്തോളം ആശ്രമങ്ങളുണ്ട്. അതിൽ ചുരുങ്ങിയത് 2 ലക്ഷം ആശ്രമങ്ങളിൽ നിരന്തരമായിട്ട് സത്സംഗങ്ങൾ, ഭജനകൾ, ആധ്യാത്മിക കാര്യപരിപാടികളൊക്കെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. ബാപ്പുജിയുടെ പ്രഭാഷണമൊക്കെ കേട്ടു. ഹിന്ദി ഭാഷയിലാണ്. വളരെ ഹൃദ്യമായ ആധ്യാത്മിക സത്സംഗ്. അതിൽ കുറച്ച് പങ്കെടുത്തു. അവിടെ തന്നെ ഓരോ ദിവസവും, അന്ന് രാത്രി ചെന്ന ദിവസം തന്നെ അതിൻ്റെ വലിയ ആശ്രമമാണ്. വലുതെന്ന് വെച്ചാൽ എത്ര വലുതെന്ന് പറയാനറിയാത്തത്ര വലിയ ആശ്രമം. അതിൻ്റെ മുമ്പിൽ ഏകദേശം 2000 പേർക്കെങ്കിലും അവിടെ ഭക്ഷണം, അന്നപ്രസാദം, അന്നം എന്ന് വെച്ചാൽ അവിടുത്തെ ചാവൽ, റൊട്ടി, സബ്ജി എല്ലാം ചേർത്തിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു. കൂടാതെ അകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക്, നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് ഉള്ളിൽ പ്രത്യേകം ഭക്ഷണം നൽകാനുള്ള വ്യവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് യാത്രാക്ഷീണമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. അത്യാവശ്യം അവിടെയൊക്കെ ഒന്ന് കണ്ടു എന്നല്ലാതെ ഒന്ന് വിശ്രമിച്ചു. അടുത്ത ദിവസം മൗനി അമാവാസിക്ക് മുമ്പുള്ള ദിവസമായിരുന്നു. അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാം.